അടുത്തിടെ രാജ്യം സന്ദർശിച്ചു മടങ്ങിയവരിലും അല്ലാത്തവരിലുമായി 2000-ഓളം മാരകമായ പകർച്ചവ്യാധികൾ കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അൽ സഹ്ലാവി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ സ്വദേശികളിൽ ഇതുവരെ 250 പേർക്ക് എയ്ഡ്സ് ബാധയേറ്റതായും ആരോഗ്യവകുപ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഗൗരവമായ ഈ വെളിപ്പെടുത്തലുകൾ പരിഗണിച്ചാണ് സന്ദർശക വിസയിലെത്തുന്നവർക്കും മെഡിക്കൽ പരിശോധന ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ ഏതു രാജ്യക്കാർക്കും പ്രത്യേക മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാകാതെ തന്നെ കുവൈത്തിലേക്ക് സന്ദർശന വിസ ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. ടൂറിസ്റ്റ്, കൊമേഴ്സ്യൽ വിസിറ്റ് വിസകളിൽ നിരവധി പേരാണ് ഇന്ത്യയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ദിനംപ്രതി കുവൈത്തിലെത്തുന്നത്. മാരകമായ എയ്ഡ്സ് ബാധിതരുൾപ്പെടെ ഇത്തരത്തിൽ രാജ്യത്തെത്തുന്നത് രാജ്യനിവാസികളിൽ വൈറസ് പടരാൻ ഇടയാക്കുന്നുണ്ടെന്നാണ് അധികൃതരുടെ നിരീക്ഷണം. അതിനാൽ വൈറസ് വാഹകരല്ലെന്ന് ഉറപ്പുവരുത്താതെ ഇത്തരം ആളുകളുമായുള്ള കൂടിക്കലരൽ ഇനി അനുവദിക്കേണ്ടതില്ലെന്നാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. സർക്കാർ നീക്കത്തിന് പാർലമെന്റിന്റെ പിന്തുണയുമുണ്ട്. രോഗമുക്തരാണെന്ന സാക്ഷ്യപ്പെടുത്തലില്ലാതെ ആർക്കും സന്ദർശക വിസ അനുവദിക്കരുതെന്നും ഇക്കാര്യത്തിൽ ഉടൻ ഉത്തരവിറക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി എംപിമാർ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.